ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മേമി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചെമ്മീൻ ബിരിയാണിയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്ന പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്കും ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1/2 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ മുളകും പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. ഒരു 5 മിനിറ്റ് നേരം മൂടി വെക്കുക. ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 3 വലിയുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ആ എണ്ണയിലേക്ക് നമ്മൾ കഴുകി വെച്ച മസാല കൂട്ടി വെച്ച ചെമ്മീനും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊരിച്ചെടുക്കുക. അങ്ങനെ ചെമ്മീനും റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് നെയ്യും ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് 2 തക്കാളിയും ചെറുതായി കട്ട് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇതൊന്നും കൂടി വേവിച്ചെടുക്കുക. തക്കാളി വേഗം വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് നേരം മൂടി വെക്കാം. ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിനുള്ള കുരുമുളകും 1/4 സ്പൂൺ ഗരം മസാല പൊടിച്ചതും. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെമ്മീനും പൊരിച്ച് വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പൊരിച്ച ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീരും ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മല്ലിയിലും കുറച്ച് പുതിനേലിൻ്റെ ഇലയും ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെക്കുക. ചോറ് തിളപ്പിച്ച് ഊറ്റാനുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഏലക്കായും പട്ടയും പൂവും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അരി കഴുകി വെച്ചും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുക. ചോറ് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ചോറ് നമ്മൾ ഊറ്റിക്കാണ്ട് നമ്മൾ മസാല കൂട്ടി വെച്ചില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാ ചോറും ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഇതിൻ്റെ മേലെ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള ചോറ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യും ഒഴിച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം മൂടി വെക്കാം. അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക.